ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ വേറൊരു പുതിയ കഥ കേൾപ്പിക്കാം. അതിന്റെ പേരാണ് വികൃതി മാലാഖ. ഒരു മാന്ത്രിക ദേശത്ത് മാലാഖമാരുടെ റാണി മിയാമിക്ക് അത്യന്തം മനോഹരമായൊരു കൊട്ടാരമുണ്ടായിരുന്നു. മിയാമി വളരെ നല്ലവളും ദയാലുവുമായ റാണിയായിരുന്നു. അവൾ തന്റെ കൊട്ടാരത്തിൽ വസിക്കുന്ന എല്ലാ മാലാഖമാർക്കും വളരെ നല്ല പരിഗണന നൽകിയിരുന്നു. മിയാമിയുടെ കൊട്ടാരത്തിലെ മാലാഖമാർ എപ്പോഴും എല്ലാവരെയും സഹായിക്കുമായിരുന്നു. ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കുമായിരുന്നില്ല. എന്നാൽ അക്കൂട്ടത്തിൽ പ്രിഷ എന്നു പേരായ വളരെ വികൃതിയും കുസൃതിയുമുള്ള ഒരു മാലാഖയും ഉണ്ടായിരുന്നു. അവൾ തന്റെ വികൃതികൾ കൊണ്ട് എല്ലാവരെയും ശല്യപ്പെടുത്തുമായിരുന്നു. ഒരു ദിവസം 2 മാലാഖമാർ തോട്ടത്തിൽ പൂക്കൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും മനസ്സിരുത്തിയാണല്ലോ ജോലി ചെയ്യുന്നത്. ശരി, ഒരു കുസൃതി ഒപ്പിക്കാം. അങ്ങനെ പ്രിഷ ശബ്ദമുണ്ടാക്കാതെ ആ 2 മാലാഖമാരുടെയും പിന്നിൽ ചെന്നിട്ട് 2 പേരുടെയും മുടികൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്നു. 2 മാലാഖമാരും വേറെ വേറെ ദിശയിലേക്ക് നീങ്ങുമ്പോൾ തലമുടി വലിഞ്ഞതിനാൽ കരയാൻ തുടങ്ങുന്നു. ഇത് കണ്ടപ്പോൾ പ്രിഷ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നു. പ്രിഷ, നീ എന്താണ് ചെയ്തത്? നിന്റെ വികൃതി ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ്. നിനക്കെന്താ ഒട്ടും തന്നെ തിരിച്ചറിവില്ലേ? എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന്? 2 മാലാഖമാരുടെയും വാക്കുകൾ അവഗണിച്ചുകൊണ്ട് പ്രിഷ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ വേറൊരു മാലാഖ ഭക്ഷണമുണ്ടാക്കുന്നതായി കാണുന്നു. മാലാഖ ഭക്ഷണമുണ്ടാക്കുന്നത് കണ്ടപ്പോൾ മനസ്സിൽ വികൃതിത്തരം തോന്നിയ പ്രിഷ ആ മാലാഖയുടെ അടുത്ത് ചെല്ലുന്നു. എന്താ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ നിന്നെ സഹായിക്കട്ടെ? ആഹാ, ഇന്ന് പ്രിഷ മുന്നിൽ വന്ന് സഹായിക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. മാലാഖ പ്രിഷയോട് എല്ലാ ഭക്ഷണത്തിലും ഉപ്പ് ചേർക്കാൻ പറഞ്ഞിട്ട് വെള്ളം കുടിക്കാനായി പുറത്തേക്ക് പോകുന്നു. അവൾ വെള്ളം കുടിച്ചിട്ട് തിരികെ വന്നപ്പോഴേക്കും പ്രിഷ അവിടെ വച്ചിരുന്ന എല്ലാ ഭക്ഷണത്തിലും കണ്ടമാനം ഉപ്പ് ചേർത്തിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ആഹാ, ഇത്രയും പെട്ടെന്ന് ജോലി തീർത്തിട്ട് പോയോ? എന്തായാലും നന്നായി. പ്രിഷയ്ക്ക് ജോലി മനസ്സിലാവുന്നുണ്ടല്ലോ. വൈകിട്ട് എല്ലാ മാലാഖമാരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. റാണി മിയാമി ഭക്ഷണത്തിൽ ഉപ്പ് അധികമാണെന്ന് കണ്ട് മാലാഖയോട് ദേഷ്യപ്പെടുന്നു. എന്താണിതെല്ലാം? ഭക്ഷണത്തിൽ ഇത്രയേറെ ഉപ്പ് എങ്ങനെ വന്നു? റാണിജി, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പ്രിഷ അവിടെ വന്നിരുന്നു. അപ്പോൾ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കാനുള്ള ജോലി ഞാൻ അവളെയാണ് ഏൽപ്പിച്ചത്. മാലാഖ പറഞ്ഞത് കേട്ട് മറ്റു മാലാഖമാർ ദേഷ്യപ്പെട്ട് പ്രിഷയ്ക്കെതിരെ മിയാമിയോട് പരാതിപ്പെടാൻ ഒരുങ്ങുന്നു. എല്ലാവരുടെയും പരാതി കേട്ടപ്പോൾ റാണി മിയാമിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. അവൾ പ്രിഷയെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. പ്രിഷയുടെ കുസൃതികൾ ദിവസം കൂടി വരികയാണ്. ഇന്ന് നമ്മൾ അവളെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. അതിനുശേഷം റാണി മിയാമി ഒരു വലിയ പെട്ടി കൊട്ടാരത്തിലെ തോട്ടത്തിൽ കൊണ്ടുവച്ചിട്ട് ഇതൊരു ദുരന്തത്തിന്റെ പെട്ടിയാണ്, അതിനാൽ ഇതാരും തുറക്കരുതെന്ന് ആജ്ഞാപിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് റാണി മിയാമി കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി പോകുന്നു. അവൾക്കൊപ്പം മറ്റു മാലാഖമാരും അവിടെ നിന്ന് പോകുന്നു. എന്നാൽ പ്രിഷയുടെ മനസ്സിൽ ആ പെട്ടി തുറക്കാനുള്ള ജിജ്ഞാസ വളരുന്നു. എന്തായാലും ആ പെട്ടിക്കകത്ത് എന്തായിരിക്കും? റാണി അത് തുറക്കരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഇനി ആ പെട്ടി ഒന്ന് തുറന്നു നോക്കിയിട്ടേ ഉള്ളു കാര്യം. ജിജ്ഞാസ കൊണ്ട് പ്രിഷ വേഗം പോയി ആ പെട്ടി തുറക്കുന്നു. പെട്ടി തുറന്നയുടനെ അതിനകത്ത് നിന്ന് കുറെ കുട്ടിഭൂതങ്ങൾ പുറത്തു വരുന്നു. പുറത്തു വന്നപാടെ അവർ പ്രിഷയുടെ മുടി പിടിച്ചു വലിക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും ഒക്കെ ചെയ്യുന്നു. ഇതെന്താ നടക്കുന്നത്? ആരാണ് നിങ്ങൾ? എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നെ വിടൂന്നേ. പ്രിഷ തടയാൻ എത്ര ശ്രമിച്ചിട്ടും അവർ നിൽക്കുന്നില്ല. അപ്പോൾ അവിടേക്ക് റാണി മിയാമിയും ബാക്കി മാലാഖമാരും വരുന്നു. റാണിജി, ദയവ് ചെയ്ത് എന്നെ ഈ ഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. ഒരുപക്ഷെ ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണും. നീയുണ്ടല്ലോ മറ്റു മാലാഖമാരോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അവർക്ക് എന്താണ് തോന്നിയിരുന്നതെന്ന്. ആ റാണിജി, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട്. എന്റെ വികൃതി തരങ്ങളിൽ ഞാൻ വളരെയധികം ലജ്ജിക്കുന്നു. ദയവായി എന്നോട് ക്ഷമിച്ചാലും. പ്രിഷ ഇങ്ങനെ പറഞ്ഞ ഉടനെ റാണി മിയാമി ജാലവിദ്യ പ്രയോഗിക്കുന്നു. അതോടെ എല്ലാ ഭൂതങ്ങളും തിരികെ പെട്ടിക്കകത്തേക്ക് തന്നെ പോകുന്നു. പ്രിഷയും തന്റെ തെറ്റുകൾ മനസ്സിലാക്കി എല്ലാ മാലാഖമാരുടെയും അടുത്തെന്ന് അവരോട് ക്ഷമയാചിക്കുന്നു. അങ്ങനെ വീണ്ടും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയാൻ തുടങ്ങുന്നു.
അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: നാം ഒരിക്കലും നമ്മുടെ ആനന്ദത്തിനു വേണ്ടി മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.